ഹായ് സുഹൃത്തുക്കളെ, നിങ്ങളവർക്ക് ഞാനിവിടെ എന്തുവാണ് ചെയ്യുന്നതെന്നല്ലേ? നമുക്ക് 4 മണിക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് 4 മണിക്ക് കാപ്പിയൊക്കെ അടുപ്പത്ത് വെക്കുന്ന സമയം കൊണ്ട് ഒരു ഭർത്താക്കന്മാരെ ഓടിച്ച് കടകളിൽ വിടും. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ കാപ്പിക്ക് കഴിക്കാനും വേണ്ടി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പാക്കറ്റ് ഫുഡുകളൊക്കെ വാങ്ങിച്ചു വെക്കും, ചിപ്സ് വകകളൊക്കെ. അവർക്ക് ഇങ്ങനെ കുറിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതൊന്നും വാങ്ങിക്കാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾക്കായാലും കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ സാധാരണയായിട്ട് 4 മണിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഫ്രൈ ചെയ്താണ് കഴിക്കാറുള്ളത്. സാധനം എന്താണെന്നുള്ളത് ചിലർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായി കാണും. പക്ഷെങ്കില് മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഇതെന്താണെന്നുള്ളത്. ഞാൻ ഇതിനു മുൻപ് എൻ്റെ വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിലും ഞാനിത് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടൊക്കെ കുറച്ചു പേരൊക്കെ ചെയ്തു നോക്കി നല്ലതാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്താ ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ. ഇതാണ് ചൗവരിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഞാനൊരു അരക്കപ്പെടുത്തിട്ട് നിലക്കെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിരുന്നേ. കുതിർത്തതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും, അല്ലെ വേഗം ഭയങ്കര താമസമാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെന്തപ്പം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ശരിയായിട്ട് ഇങ്ങനെ ഓരോ ചൗവരിയും വെന്ത് കിട്ടണം. ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്ക് വെളുത്തൊക്കെ കാണുമല്ലോ, വേകാത്ത പോലെ. അത്രേ ഉള്ളെങ്കിൽ അധികം ഇല്ലാന്ന് വരില്ല. നിങ്ങൾക്ക് അടച്ചു വെച്ചാൽ മതി. അന്നേരം പിന്നെ ആ ചൂടും കൊണ്ട് അതൊക്കെ വെന്ത് കിട്ടിക്കോളും. വേഗാതെ എടുക്കല്ലേ. അപ്പൊ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കടി കൊള്ളത്തില്ല കേട്ടോ. നിങ്ങൾക്ക് എരി വേണ്ടിയവർക്ക് ഇതിനകത്ത് കുരുമുളക് പൊടിയും അതുപോലെ ജീരകത്തിന്റെ ടേസ്റ്റ് വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് എന്താ ഇതിനകത്ത് ചേർക്കണം എന്നുള്ളത്. ഞാൻ ഇതിനകത്ത് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എളുപ്പമാണ്. നമ്മൾ 4 മണിക്കൊക്കെ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മറ്റ് പാക്കറ്റിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വരും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇതിലൊരു 5-6 എടുത്തിട്ടാൽ മതി. ആവശ്യത്തിനാകും, നല്ലതുപോലെ പൊള്ളി വരുമല്ലോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഉണക്കാനിടുന്നത്. ഇത്രയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചേ ഉള്ളെന്ന് വരില്ല. എന്തെങ്കിലും പാത്രത്തെ പ്ലേറ്റിലൊക്കെ ഇതുപോലെ നെയ്മയം തേച്ചിട്ട് അതിന് മുകളിൽ ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ അല്പം നെയ്മയം തേച്ചിട്ടുണ്ട്, കാര്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എണ്ണ തേക്കില്ല, എണ്ണ തേച്ചാൽ ചിലപ്പം കനപ്പ് രുചി വരും കേട്ടോ. ഇത് അല്പം വെന്ത് പോയ പോലെ ഉണ്ട്, കാര്യം ഞാനിത് ചൂടാക്കാൻ വെച്ചിട്ട് വേറെ പണിക്ക് പോയി. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത് തന്നെ നിന്നില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേനും അല്പം ഇത് അടിക്ക് പിടിച്ചു പാത്രത്തില്. നേരം പിന്നെ ഞാനിത് പാത്രം മാറേണ്ടി വന്നു, കാര്യം വെന്തിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ അങ്ങ് നല്ലതുപോലെ വെന്ത് പോയിട്ടുണ്ട്. ഇനി ഈ ഷീറ്റയില് അധികം ഒന്നും വേണ്ടതാ, ഇത്രയും മതി. കണ്ട, ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എളുപ്പം ഇതങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് ഇളക്കി എടുക്കാം എന്ന് തോന്നുന്ന സമയത്ത് ഇതെടുത്ത് ഒന്ന് തിരിച്ചൂടിടുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പൊ നമുക്കിതൊങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നല്ല സാധനങ്ങൾ കഴിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ പാക്കറ്റിലുള്ളതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കഴിക്കുന്നതിന് കിരികിരാന്ന് കേൾക്കുന്ന ചില ചിപ്സ് വകകളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിന് ദോഷമൊന്നുമില്ല, സൗകര്യമല്ലേ. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. സമയം കിട്ടുമ്പോൾ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പൊ ഇത് ഉണങ്ങിയെടുക്കാൻ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല, എന്നാൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് ഇനി മധുരം വേണമെന്നുള്ളവർക്ക് ഇതിനകത്ത് മധുരത്തിന് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അവരവരുടെ ഇഷ്ടം പോലെ. എനിക്ക് ഇതിനകത്ത് ഉപ്പിടുന്നതാണ് ഇഷ്ടം. എനിക്ക് കുരുമുളക് വേണമെന്നില്ല, മുളക് പൊടി ആയാലും ചേർക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമെന്ന് തോന്നുന്നത് അത് ചെയ്യാം. എന്താ
ഇതുപോലെ നിരത്തിയിരുന്നു. ഞാൻ മുഴുവൻ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാമേ എങ്ങനെ ഇരിക്കുക. ഇത് ഞാൻ നേരത്തെ ഉണക്കി വെച്ചിരുന്നതാണ്. ഇതിനകത്ത് ഉപ്പ് മാത്രം ഇട്ടതും അല്പം മുളക് പൊടി ഇട്ടതും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പം വെച്ചിരിക്കുന്നത് ഉണങ്ങി കിട്ടാൻ കുറച്ച് താമസം വരുമല്ലോ, അതുകൊണ്ടാണ് നേരത്തെ ഉള്ളത് ഞാൻ കാണിച്ചത്. ഇതിനി ഒന്ന് പൊള്ളിച്ച് കാണിക്കാമേ. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതേപോലെ ചെറിയ പീസ് ഇട്ട് കാണിക്കാമേ. കണ്ടോ, ഇതത് ഒടിഞ്ഞു പോയതാണ്. കണ്ടോ, ചെറിയ ചെറിയ പീസ. കണ്ടോ, തീരെ ചെറുതായിട്ടും എണ്ണയ്ക്കകത്തിട്ടപ്പം കണ്ട. ഇത്രേ ഉള്ളൂ, ഇതങ്ങ് വാരി. ഇത്രേ ഉള്ളൂ, ഇതിനി കോരിയെടുക്കാം. എന്താ ഇത് വലിയ 2 പീസിലാണ്. നല്ലതായിട്ടോ, നല്ല ടേസ്റ്റ് ആണ്. എളുപ്പം പൊടിഞ്ഞു പോകുന്ന പോലെയാണ്, നമുക്ക് കടിച്ചാൽ കടി കൊള്ളും നല്ലതുപോലെ. കണ്ടോ, എളുപ്പമല്ലായിരുന്നു ഇത് ഉണ്ടാക്കി എടുക്കാന്. കഴിക്കാനായാലും എളുപ്പമാകട്ടോ. ഇതേപോലെ പൊടിഞ്ഞു കിട്ടും. പാലിലും വരുന്ന സമയത്തായാലും എളുപ്പം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോ ലൈക്ക് ചെയ്യാതോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.